ആകെ എയറിലോട്ട് പോകുന്നു. എങ്ങനെയെങ്കിലും നിലം തൊടാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവർ കുടുംബത്തോടെ തന്നെ എന്തെങ്കിലും പുതിയൊരു നാടകമായിട്ട് രംഗത്തോട്ട് വരും. മലയാളികൾ പിന്നെയും അവരെ വണ്ടി വിളിച്ച് എയറിലോട്ട് പറഞ്ഞുവിടും. അതെ, സംസാരിക്കാൻ പോകുന്നത് അഹാന കൃഷ്ണനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമാണ്. ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് അഹാനയുടെ സഹോദരിയായ ദിയയുടെ സ്ഥാപനത്തിൽ ഒരു തട്ടിപ്പ് നടക്കുകയും ആ തട്ടിപ്പ് നടത്തിയ 3 പെൺകുട്ടികളെ അതിവിദഗ്ധമായി അഹാന ചോദ്യം ചെയ്യുകയും ആ വീഡിയോ കണ്ട സോഷ്യൽ മീഡിയ അഹാനയ്ക്കൊപ്പം നിൽക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ അതുപോലെ തന്നെ കൈയടിച്ച, അങ്ങനെ തന്നെ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന മലയാളികളെ വളരെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഹാനയും സിന്ധു കൃഷ്ണയും ചേർന്ന്. അവർ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഹാനയാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അഹാന ഉടുത്തിരിക്കുന്നത് സിയ ബൈ അഹാദിഷിക എന്ന് പറയുന്ന അഹാനയുടെയും സഹോദരിമാരുടെയും കൂടെ ഉള്ള ഒരു ബൊട്ടീക്കിന്റെ ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഇവർ ഈടാക്കുന്ന വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരിട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ രുക്മിണിയാണ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 7499, അഥവാ 7499. രുക്മിണി എന്ന് പേരിട്ട ഈ സാധനത്തിന്, അല്ലെങ്കിൽ ഈ സാരിക്ക് ഇവരുടെ വിശദീകരണം, സാരിയാണ്, ക്രീമാണ് കളർ, ഫ്ലോറൽ എംബ്രോയിഡറി, ബോഡി ഫുൾ ആകെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദ വല്യൂ ഫീച്ചേഴ്സ് എ ഫ്ലോറൽ എംബ്രോയിഡറി ജാൽ ആണ്. ചുരുക്കി പറഞ്ഞ ഒരു ക്രീം നിറത്തിലുള്ള ബോഡി ഫുൾ എംബ്രോയിഡറി വർക്കുകൾ വരുന്ന ഒരു ഓർഗൻസ സാരി. വില വരുന്നത് 7500 രൂപ. എന്നാൽ ഇത് പച്ചയ്ക്ക് കൊള്ളയാണെന്നും പച്ചയ്ക്ക് നാട്ടുകാരെ പറ്റിക്കുവാണെന്നും മറ്റൊരു ഓൺലൈൻ ബൊട്ടീക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നമുക്ക് മനസ്സിലാവും. ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് അതേ സാരി തന്നെയാണ്, അതേപോലെ തന്നെ പല്ലുവാണ്. പല്ലുവില് അഹാനയുടെ വീഡിയോയ്ക്കകത്ത് കണ്ട സാരിയുടെ ഏതൊക്കെ ഡിസൈനാണ് വരുന്നത് അതേ ഡിസൈൻ ഉണ്ട്. പല്ലുവിൽ വലിയ ബോർഡറോട് കൂടിയുള്ള മുന്താണിയാണ് വരുന്നത്. ബോഡി ഫുള്ളും ഇതുപോലെ എംബ്രോയിഡറി വർക്കുകളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ സാരിക്ക് അവർ രുക്മിണി എന്നോ ശാന്തി എന്നോ വസന്ത എന്നൊന്നും പേരിട്ടിട്ടില്ല എന്ന് മാത്രം. കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 4800 ആണ്. അതായത് അഹാനയുടെ സാരിക്ക് 7500 ആണെങ്കിൽ ഇത് 4800 രൂപ. ഏകദേശം 2500-3000 വില വ്യത്യാസം. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിംഗ് ത്രൂ ഔട്ട്. അഹാനയുടെ സാരിയുടെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം എന്താണോ അത് തന്നെയാണ് ഈ സാരി. ഈ സാരിയുടെ വിശദീകരണം ഒരു ക്രീം ഓർഗൻസ സാരിയാണ്, ബോഡി ഫുൾ എംബ്രോയിഡറി വർക്കുകളുണ്ട്. സിമ്പിൾ. ഇവര് ചെയ്തിരിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് പൂക്കളും അല്ലെങ്കിൽ ഊഞ്ഞാലും ഒക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വീഡിയോ അല്ല ഈ ഓൺലൈൻ ബൊട്ടീക്ക് ഇട്ടിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവര് കുറേയും കൂടെ സാധനങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കുത്തിക്കയറ്റി ഒരു ലക്ഷറി ഫീൽ ഉണ്ടാക്കിയെടുത്ത് സാധാരണ ലോക്കൽ പ്രൊഡക്റ്റ് ഹൈ വിലയ്ക്ക് വിൽക്കുന്നു. ഇതാണ് ഈ സിയ എന്ന് പറയുന്ന ഇവരുടെ ബ്രാൻഡ് ചെയ്തു വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഇനിയും സംശയമാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അഹാന കൃഷ്ണയുടെ പേജില് നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ഇതാണ് ഇവരുടെ ബൊട്ടീക്കിലുള്ള സാരി. ഇതിന് വില വരുന്നത് 2000 രൂപയാണ്. പക്ഷെ ഇതേ സാരി നിറവ്യത്യാസം മാത്രമേ ഉള്ളേ. ആ നിറവ്യത്യാസത്തിന് ഇവർ ഹൈ ചാർജ് ആണ് ഈടാക്കുന്നത്. അതായത് 2000 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന അതേ സാരി അഹാനയുടെ പേജിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7000-നും 8000-നും 10000-നും ഒക്കെയാണ്. ഇത്രയധികം വ്യത്യാസം ഒരേ സാധനത്തിന് തന്നെ മേടിക്കാൻ ഇവർ കൊള്ള ലാഭം നേടാനല്ലേ ശ്രമിക്കുന്നത്. ഇനി അന്ധമായിട്ട് അഹാദിഷികേനെ, സിയേനെ, അഹാനേനെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയും അത് വേറൊരു മെറ്റീരിയൽ, ഇത് വേറൊരു മെറ്റീരിയൽ എന്നൊക്കെ. ഈ ഓർഗൻസ എന്ന് പറയുന്ന ഒരു ഒറ്റ മെറ്റീരിയലാണ്. ഓർഗൻസയ്ക്ക് അങ്ങ് ഹൈ എൻഡിൽ നിൽക്കുന്ന ലക്ഷറി ഓർഗൻസയും അങ്ങ് താഴെ നിൽക്കുന്ന ലോക്കൽ ഓർഗൻസയും ഒന്നും ഇല്ല. ആദ്യം കാണിച്ച 2 സാരികളും ഓർഗൻസിയാണ്, സെയിം കളറാണ്. അഹാന തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ഗ്രീൻ ആണെങ്കിൽ മിഥില തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ക്രീം. അത്രയേ വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസത്തിന്, ആ കളർ വ്യത്യാസത്തിനാണോ 4000-3000 രൂപ എക്സ്ട്രാ ഇവർ മേടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ
ഇതിന്റെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ രുക്മിണി എന്ന് പറഞ്ഞ ആദ്യം അഹാന പോസ്റ്റ് ചെയ്ത ആ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആണ്. എനിക്കറിയാം ഇത്രയും പണം കൊടുത്ത് പറ്റിക്കപ്പെടാനായിട്ട് ഇപ്പോഴും മലയാളികൾ ക്യൂ ആണോ, അതാണ് സംശയം. കാരണം ആ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. 7,000, 10,000, 15,000 ഒക്കെ കൊടുത്ത് സാരി മേടിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത്രയും ക്വാളിറ്റിയുള്ള അത്രയും ആ പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിച്ചുകൂടെ? അല്ലാതെ ഒരേ സാധനം 2 വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ കൂടുതൽ വില വച്ച് വിൽക്കുന്ന ആൾ അവിടെ തട്ടിപ്പാണ് നടത്തുന്നതെന്ന്. ഇത് മാത്രമല്ല, ഇനി സിയയുടെ ഓൺലൈൻ പേജിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശവും ഇവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഈ സിയ എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്, അമ്മയും അവരുടെ മക്കളും ചേർന്ന് അവർക്ക് എല്ലാവർക്കും ഫാഷനിൽ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കുറേയധികം സ്നേഹം മലയാളികളിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ആ മലയാളികൾക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മലയാളികളോടുള്ള നന്ദി പ്രകടനമായിട്ട് അവർ ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പാണ്, ഒരു ഓൺലൈൻ ബൊട്ടീക്കാണ്, ക്ലോത്തിങ് ബ്രാൻഡാണ് സിയ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മലയാളികൾ കൊടുത്ത സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്താനായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗം സിയ. Finding a good moisture. സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്താനായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗം സിയ. സിന്ധു കൃഷ്ണ, ഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണൻ, ഹൻസിക കൃഷ്ണ bring to you a brand that's been loved and nurtured in their hearts for quite some times now. A limited and hand-picked collection of sarees chosen by each one of them with the same love and care they take for themselves. അവർക്ക് വേണ്ടി എങ്ങനെയാണോ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി സാരികൾ എടുക്കുക, അതേ സ്നേഹത്തോടെയും കരുതലോടും കൂടി നാട്ടിലുള്ള നാട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ട് എടുത്ത ലിമിറ്റഡ് സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസ് ആണ് അവരുടെ സൈറ്റിലുണ്ടാവുക. അവരുടെ സ്നേഹത്തിനും അവർക്ക് നമ്മൾ കൊടുത്ത സ്നേഹത്തിനും നമ്മളോട് പകരം കാണിക്കുക, അല്ലെങ്കിൽ നന്ദി പ്രകടനം നടത്തുക എന്നൊക്കെയാണ് ചുരുക്കത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. Every piece at Sia is one that has touched our hearts, not just in terms of how it looks but also its quality. Let's make this, our collection is limited to bring only the best to you. ഏറ്റവും നല്ലത് മാത്രം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഞങ്ങൾ കൈകൊണ്ട് തന്നെ കണ്ടുപിടിച്ചെടുത്ത, ഞങ്ങളെല്ലാം വ്യക്തിപരമായി പോയി നോക്കി എടുത്തുകൊണ്ട് വന്ന കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. The brand was born because our followers have been admiring our fashion for years. The desire to give back that love is what brought to us Sia. ഞങ്ങളുടെ ഫോളോവേഴ്സ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു, കരുതലോടെ കണ്ടിരുന്നു, ഞങ്ങളുടെ ഫാഷൻ ടേസ്റ്റിനെ, ഫാഷൻ സെൻസിനെ അവർ അഡ്മയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സ്നേഹവും ആ കരുതലും ഒക്കെ ഞങ്ങളുടെ ഫാഷൻ ടേസ്റ്റിലൂടെ തന്നെ, സെൻസിലൂടെ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ സിയ ലോഞ്ച് ആവുകയും ചെയ്തു. ഇത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ പൊതിഞ്ഞ വാക്കുകളോടുകൂടി നിങ്ങളെ ഞങ്ങൾ സേവിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ പടർത്തി കച്ചവടം നടത്താനും തട്ടിപ്പ് കച്ചവടം നടത്താനും വേണം ഒരു കഴിവ്, അല്ലെ? വളരെയധികം സാരികളുണ്ട് കേട്ടോ. ഡെസേർട്ട്, ഇവർ ഓരോ സാരിക്കും ഓരോരോ പേരിടും. അത് ആ പേരിടുന്നതിനും അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങൾ അലങ്കരിക്കുന്നതിനും ഫോട്ടോഗ്രാഫിക്ക് ഇവർക്ക് ഇൻവെസ്റ്റ് ആവുന്നതും ഒക്കെ കൂടി കൂട്ടി അതിന്റെ ഇരട്ടിയാണ് ഇവർ ആ ഒരു സാരിയിൽ നിന്ന് ലാഭം കൊള്ളുന്നത്. എന്തായാലും ഡെസേർട്ട് റോസ് എന്നൊക്കെ പേര് പറഞ്ഞ് സിന്ധു കൃഷ്ണ കൊടുത്തിരിക്കുന്ന സാരിക്ക് അവർ 12,000 രൂപ വാങ്ങുന്നുണ്ട്. ട്വിലൈറ്റ് ബ്ലിങ് എന്ന് പറഞ്ഞ ഇഷാനി കൊടുത്തിരിക്കുന്നതിന് 17,000 രൂപ വാങ്ങുന്നുണ്ട്. ഇനി ഹൻസിക കൊടുത്തിരിക്കുന്ന കോപ്പർ രാഗ എന്ന് പറയുന്നതിന് 13,500 അല്ലെങ്കിൽ 12,500 വാങ്ങുന്നുണ്ട്. സോ ഇനി രുക്മിണി എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ കാണിച്ച ആ സാരിക്ക് 7,500 വാങ്ങുന്നുണ്ട്. സോ ഇവർ പരസ്യമായിട്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ പറ്റിക്കുകയാണ്, നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി നിന്ന് തന്നോളൂ, ക്യൂവിൽ നിൽക്കൂ എന്നുള്ള രീതിയിൽ പരസ്യമായി നാട്ടുകാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറയുന്ന ചാനലിനകത്തും ഇതേ സാരി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, ഇതേ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ആ സാരി ഇപ്പോഴും അവൈലബിൾ ആണ്. അതെ, 4,800, 5,000 രൂപയ്ക്ക് ഇപ്പോഴും അത് അവൈലബിൾ ആണ്. പക്ഷെ രുക്മിണി എന്ന് പറയുന്ന അഹാന കൊടുത്തിരിക്കുന്ന 8,000 രൂപയ്ക്കുള്ള അതേ സാരി സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതാണ് മലയാളികളുടെ വിഷയം. ഫെയിമുള്ള, അല്ലെങ്കിൽ 4 പേർ അറിയാവുന്ന, അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള, സക്സസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് വിശ്വസിച്ച് എത്ര പണം വേണമെങ്കിലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മുടക്കാനും നമ്മൾ തയ്യാറാവും. അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും ഈ സിനിമാ താരങ്ങളെ വെച്ചും സെലിബ്രിറ്റീസിനെ വെച്ചും പരസ്യങ്ങൾ ഇറക്കി വിടുന്നത്. കാരണം സെലിബ്രിറ്റീസ് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെങ്കിലും അത് നല്ലതാണെന്ന് അവർ പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കും. അത് ക്രീം ആയാലും ശരി, വസ്ത്രമായാലും ശരി, കറി മസാല ആയാലും ശരി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആയാലും ശരി. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് പല വലിയ വലിയ ബ്രാൻഡുകളും ടൊവിനോയിനെ, മഞ്ജു വാര്യരെ പോലെയുള്ള കോടികൾ മുടക്കി അവരെയൊക്കെ ബ്രാൻഡ് അംബാസഡറായി വെച്ചിരിക്കുന്നത്. കാരണം ആ സെലിബ്രിറ്റീസിന്റെ ഫേസ് വെച്ചുകൊണ്ട് നമ്മളെല്ലാം പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹാനയും ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അവരൊരു മനോഹരമായ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു, അവർ തന്നെ ആ സാരികളെല്ലാം ഉടുക്കുന്നു, മനോഹരമായി ഫോട്ടോയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ മനോഹരമായി അലങ്കരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു ലക്ഷറി ഫീൽ മനുഷ്യരിലേക്ക് കിട്ടുകയും ആ ലക്ഷറി ഐറ്റം സ്വന്തമാക്കാൻ വേണ്ടി 4000-ന് കിട്ടുന്ന അതേ പ്രൊഡക്റ്റ് പോയി 8000-ന് മേടിക്കുകയും ചെയ്യുന്നു. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയും ചെയ്യുന്നു. ഇതൊരു സൈക്കോളജിക്കൽ തന്ത്രമാണ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അഹാനയും സിന്ധു കൃഷ്ണയും അല്ലെങ്കിൽ സഹോദരിമാരും കൂടി അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ പറയുന്ന ഓൺലൈൻ പേജിനകത്ത് അല്ലെങ്കിൽ സിയക്കകത്ത് എനിക്ക് തോന്നുന്നു ദിയാ കൃഷ്ണയ്ക്ക് പങ്കില്ലാന്ന് തോന്നുന്നു. ദിയാ കൃഷ്ണ മറ്റൊരു ഓൺലൈൻ ജ്വല്ലറി ബിസിനസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും സിയ എന്ന് പറയുന്ന ഇവരുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന 6 പേരെയാണ്. ഇവരുടെ കുടുംബത്തിലെ തന്നെ അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. പക്ഷെ അശ്വിൻ ഗണേഷിനെ എന്തുകൊണ്ടോ ഫോളോ ചെയ്യുന്നില്ല. അശ്വിൻ ഇവരുടെ കുടുംബത്തിലെ അല്ല എന്ന് തോന്നുന്നു. അത് എപ്പോഴും പുറത്ത് മാത്രം നിൽക്കുന്ന ദിയയുടെ ഹസ്ബൻഡ് ആണ് എന്നതിലപ്പുറത്തേക്ക് അവരുടെ കുടുംബത്തിനകത്തേക്ക് ഇപ്പോഴും അശ്വിന് കയറാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി നാളെ ഒരു നിമിഷം കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുമെന്ന് അറിയില്ല. കാരണം അശ്വിനില്ലാത്ത ഒരു സ്വാതന്ത്ര്യം അർജുനായാലും നിമിഷനായാലും ഒക്കെ ആ വീട്ടിലുണ്ടെന്ന് പല വ്ലോഗുകൾ കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ആരെ ഫോളോ ചെയ്യണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ഉദ്ദേശവും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു മകനായ അല്ലെങ്കിൽ മരുമകനായ അശ്വിനെയും കൂടി ഫോളോ ചെയ്യാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും അശ്വിൻ സ്വന്തം കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒരു സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയല്ലേ.